നമസ്കാരം. ഒരു വശത്ത് വി ഡി സതീശൻ്റെ പ്ലാൻ 63, വേറുവശത്ത് സുനിൽ കനകോലുവിൻ്റെ തന്ത്രങ്ങൾ, സർവേകൾ ഇതെല്ലാം ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. പുനഃസംഘടന നടത്താൻ നെട്ടോട്ട് പോടുന്ന കെ സുധാകരൻ എന്തെങ്കിലും ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ കട്ടയും പട മുടങ്ങുമെന്ന് കോൺഗ്രസിനും യു ഡി എഫിനും നന്നായിട്ടറിയാം. നിലവിൽ തുടർ ഭരണത്തിലുള്ള അന്തരീക്ഷമാണ് എന്ന് കൂടെ പറഞ്ഞ് കോൺഗ്രസിനെ കുത്തി നോവിക്കുന്നുണ്ട് മുല്ലപ്പള്ളി അടക്കമുള്ള ഒരു സംഘം അപ്പുറത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം, ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞ് നിൽക്കുക. ജയിച്ചാൽ ആരാകും നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരു ലോഡ് ഓപ്ഷനുകൾ നിലവിൽ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ആഗ്രഹം മനസ്സിലുള്ള ഒരു ഡസൻ നേതാക്കളെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് കൊണ്ട് തന്നെ ഞാനല്ലേ അതിന് ആള് എന്ന് വി ഡി സതീശന് ചോദിക്കാം. മുൻ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ മുൻപേ വന്ന പ്രതിപക്ഷ നേതാവാണ്. നിന്നെക്കാളും മുമ്പേ വന്ന പ്രതിപക്ഷ നേതാവാണ് ഞാൻ. അതുകൊണ്ട് ഞാനാകും എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം. KPCCയെ ഇങ്ങനെ നയിക്കുന്നതുകൊണ്ട് പോരാത്തതിന് ഞാനൊരു സിംഹമാണ്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയായാലും എന്താ കുഴപ്പമെന്ന് കെ സുധാകരന് ചോദിക്കാം. പാർട്ടി പറയുന്ന ഏത് വാതാളത്തിലും പോയി നിന്ന് മത്സരിക്കുന്ന എന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കിക്കൂടാ എന്ന് കെ മുരളീധരനും ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ മാത്യു കുഴൽനാടൻ വരെയുള്ള ഒരു സംഘം ഗ്യാപ്പ് കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് വാച്ചയായ സത്യമാണ്. ഇവരൊക്കെ ഇത് ആഗ്രഹിച്ച് ഇങ്ങനെ സ്വപ്നം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്ന അടുത്ത ആൾ എന്നെ മുഖ്യമന്ത്രിയാക്കിയെങ്കിൽ ഞാൻ എൻ്റെ വാടുവയ്ക്ക് പോകും, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരാൾ. ആരാണ്? നോക്കുമ്പോൾ നമ്മുടെ വിശ്വപൗരൻ തിരുവനന്തപുരം MP സാക്ഷാൽ ശശി തരൂർ. തരൂരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി തന്നെ പറഞ്ഞത് ഒരു സമാധാനമായി ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രമേശ് ചെന്നിത്തലയെല്ലാം കൂടെ പിടിച്ച് വലിച്ചാണ് കോൺഗ്രസിനകത്തുകൊണ്ട് ചേർത്തന്നെ പുള്ളിയെ കേന്ദ്രമന്ത്രിയാക്കി MP ആക്കി. ഇത് ചെയ്യാവുന്നതെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ പുള്ളിക്കത് പോരല്ലോ. പുള്ളി പറയുന്നത് പാർലമെൻറ്റിൽ പോയിരുന്ന എത്രയെന്നും പറഞ്ഞാൽ ഈ കണ്ണി കണ്ട തള്ളെല്ലാം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയും. പിന്നെ ലോക്സഭയിൽ വല്ലതും ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എണീറ്റ് പറയും, ഇപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ കാർഗെ എണീറ്റ് പറയും. ഒരു ലോഡ് ആൾക്കാരിൽ ആൾക്കൂട്ടത്തിൽ ഒരുവനായി അങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം? വല്ലപ്പോഴും ഒക്കെ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാലായി എഴുന്നേറ്റ് എന്തെങ്കിലും ചോദിക്കാം. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് അതുമായി താതാത്മ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ കുറവാണ്. മൊത്തത്തിൽ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതിന് ശേഷം വേണ്ടത്ര പരിഗണന കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊരു ദുഃഖം, ഒരു പ്രതിഷേധം, ആവില്ല, ഇതെല്ലാം തരൂരിനെ അലട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതിനൊക്കെ ഫലമായി കൂടെ ഇങ്ങനെ ചൊറിയും. അപ്പോൾ തരൂരിന് പ്രതിഷേധം, തരൂർ മറ്റേ ഉടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിക്കും, ഉണ്ടാകാതിരിക്കും, പിന്നെയും തുടങ്ങും. അടുത്ത കാലത്ത് തരൂരിൻ്റെ നോട്ടം കേരളത്തിലേക്കുണ്ടോ എന്ന് സംശയമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയാണ്, ഞാൻ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ AICC പ്രസിഡൻ്റാവാൻ യോഗ്യനാണെന്ന് നേരത്തെ പരസ്യമായി പറഞ്ഞാണ് എല്ലാവരുടെ വാരി തോപ്പിച്ച് ഒരു സൈഡിൽ ഇരുത്തിയതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നോട്ടമുണ്ട്. കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് തരൂർ പറഞ്ഞതിൻ്റെ പുകിലൊന്നും ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ആരെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് ഒരു സൈഡിൽ കൂടെ വി ഡി സതീശൻ ചാടി ഇറങ്ങുന്നു, രമേശ് ചെന്നിത്തല ചാടി ഇറങ്ങുന്നു, കെ സുധാകരൻ ഇറങ്ങുന്നു. ആകെ പോകാം. കിട്ടിയ ഗ്യാപ്പിൽ ഭരണപക്ഷം പ്രത്യേകിച്ച് CPM നന്നായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി വരെ തരൂരിനെ വിളിച്ചു, അടുത്തിരുത്തി. കുറേ കാലങ്ങൾക്ക് ശേഷം അവർ തങ്ങൾ കണ്ടതാണ്. അല്ല, ഇതിങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ എന്ന് രാഹുലിൻ്റെ ചോദ്യത്തിനും പുറത്തിറങ്ങി വന്നിട്ട് ഡേറ്റ കൊണ്ടുവന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്നാണ് തരൂർ പറയുന്നത്. അതായത് തൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഡേറ്റയാണല്ലോ പ്രശ്നം. ഡേറ്റ കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും അത് കോൺഗ്രസ് അങ്ങ് വിട്ടു, പോട്ടെ തരൂരിൽ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പോഴാണ് ഈ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിച്ചത് കൊണ്ട് മാത്രം അധികാരത്തിൽ വരാൻ കഴിയില്ല, കോൺഗ്രസിന് പുറത്തുനിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ചാലേ അതിന് കഴിയൂ, അത്തരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ളയാളാണ് ഞാൻ എന്നൊക്കെ തരൂർ പറയുമ്പോൾ എന്താണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കരുതേണ്ടത്? അതുതന്നെയാണ് അവർ കരുതുന്നത്. ഇത് വളഞ്ഞ് ഇവിടെ മുഖ്യമന്ത്രിയാവാനുള്ള തയ്യാറെടുപ്പിലാണ്.
ചുരുക്കം ചില നേതാക്കളെങ്കിലും തരൂർ കേരളത്തിൽ വരട്ടെ എന്നുള്ള അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് എന്നാണ് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ തരൂരിന് പറ്റിയത് ദേശീയ കോൺഗ്രസ്സാണ്. ദേശീയ തലത്തിൽ അദ്ദേഹം പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ കൂടുതൽ. സ്വാഭാവികം. ഇവിടെ അല്ലേ തന്നെ സ്ഥലമില്ല, ഇവിടെ ആളുകൾ നടി കൂടുകയാണ്. അതിനിടയ്ക്ക് ഇനി അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കെട്ടിപ്പറക്കി വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അവരുടെ രീതി. അവരുടെ ചോദ്യവും അവരുടെ വാദവുമെല്ലാം ന്യായമാണ്. പോട്ടെ, അത് പോട്ടെ. ഏതായാലും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തരൂരിനെ അങ്ങ് അവഗണിച്ചേക്കണം. ഡെയിലി തരൂരിന് മറുപടി പറഞ്ഞ് സമയം കളയാനില്ല, തരൂരിനെ വളർത്താനില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ചെറിഞ്ഞിരിക്കുന്നത്. ഇസൈനിസ് അബ്ദുള്ളയിൽ ഒരു ഡയലോഗുണ്ട്. ഈ കൈതപ്പുറം മോഹൻലാലിനെ കാണാൻ വരുമ്പോൾ മോഹൻലാൽ പറയും, അങ്ങ് സംഗീതം എന്ന മഹാസാഗരത്തിൽ നീന്തി തുടിക്കുന്ന ഒരാളാണ്, ഞാനാണെങ്കിൽ സൈഡിൽ നിൽക്കുന്ന ആളാണ് എന്ന മറ്റൊരു ഡയലോഗുണ്ട്. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തരൂരിനെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിനൊക്കെ മറുപടി പറയാൻ ഞാൻ ആരാണ്, ഞാൻ വളരെ ചെറിയ ഒരു പ്രവർത്തകനാണ് എന്ന മട്ടിലാണ് വി ഡി സതീശൻ്റെ അടി. ട്രോളാണ്, കേൾക്കാൻ പോറിയാം. തരൂർ രാഹുൽ ഗാന്ധിയെ കണ്ട് തിരിച്ചറിഞ്ഞ് പറഞ്ഞത്, ഏതായാലും എൻ്റെ കാര്യത്തിലെങ്കിലും ഇവരെല്ലാം ഒന്നിച്ച് കണ്ടല്ലോ, വളരെ സന്തോഷം എന്നാണ്. ഇങ്ങനെ കൊണ്ടും കൊടുത്തും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നല്ല രസമുണ്ട് കാണാം. ലീഗിനാണ് ഇത് കണ്ട് ആ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. കാരണം 10 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് വീർപ്പ് മുട്ടേണ്ട അവർക്ക് മാത്രമേ അറിയാവൂ. ഇനിയെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോകണം എന്നാണ് ലീഗിന് കോൺഗ്രസിനോട് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ കാണാൻ പോകാൻ മെനക്കെട്ട് തയ്യാറായി നിൽക്കുകയാണ് ലീഗ്. ഏത് നിമിഷവും അത് സംഭവിക്കും. എന്തിനാണ്? ഇവരുടെ അടുത്ത് മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറയണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതൊരു സൈഡിൽ നിൽക്കുന്നത്. ഘടകകക്ഷികളെല്ലാം കോൺഗ്രസിൻ്റെ ഈ തമ്മിലിടൽ അസംതൃപ്തരാണ്. കോൺഗ്രസ് വഴിയെ എത്രയൊക്കെ നിയന്ത്രിച്ചാലും ഈ തർക്കം അത് കോൺഗ്രസിൽ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ കളഞ്ഞിട്ട് പോകും എന്നൊക്കെ തരൂർ പറയുമ്പോൾ ഒരു സൈഡിൽ CPM പറയുന്നുണ്ട്, കോൺഗ്രസ് വിട്ടുപോയാലും തരൂർ അനാഥനായില്ല എന്ന് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഒരു പറച്ചിൽ. AK ബാലനാണെങ്കിൽ തരൂരിനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കാൻ. ഗോവിന്ദ മാഷിനും അതെ. തരൂരെങ്ങാനും ഇനി CPMലേക്ക് പോകുമോ എന്ന് സംശയിക്കുന്നുണ്ട്. കായലിൽ നിന്നെടുത്ത് കടലിൽ ചാടുമോ എന്ന് അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഒരു ഓപ്ഷൻ, തരൂരിന് വേണമെങ്കിൽ BJPയിലേക്ക് പോകാം. പക്ഷെ BJPയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇത്രയും കാലം തരൂരെടുത്ത നിലപാടുകൾക്ക് നേരെ വിപരീതമാകുന്നു. പ്രത്യേകിച്ച് ഹിന്ദുത്വം അടക്കമുള്ള വിഷയങ്ങളിൽ BJPക്കെതിരെ ആഞ്ഞടിക്കുന്ന, BJPയെ ട്രോളുന്ന, ലോകവേദികളിൽ പോലും BJPക്കെതിരെ അത്തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റെങ്കിൽ BJP ആയാൽ അത് മോശമല്ലേ? അത് മോശമാണെന്ന് മറ്റാരെക്കാൾ നന്നായി തരൂരിനറിയാം. പിന്നെയും ഉണ്ട് ഓപ്ഷൻ, തരൂരിനുള്ള പണി എന്താ, ഞാൻ വേറെ പണി നോക്കി പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ അത് ആലോചിക്കണമല്ലോ, വേറെ എന്ത് പണിയായിരിക്കും. പിന്നെയുള്ളത് പുസ്തകം എഴുതാം. ഒന്നാന്തരമായിട്ട് എഴുതാൻ അറിയുന്ന ആളാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ പുസ്തകമൊക്കെ എഴുതിയാൽ നല്ല പൈസ കിട്ടും. തരൂരിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനൊക്കെ പ്രസാധകർ ലോകമെമ്പാടുള്ളവർ മെനക്കെട്ട് നിൽക്കുകയായിരിക്കും. ഓക്കെ, അതൊരു ഓപ്ഷനാണ്. പ്രഭാഷണം, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇപ്പോഴും അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. നല്ല പൈസ മേടിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ലോകാരാധ്യനാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രഭാഷണത്തിന് പോയി 10 പൈസ ഉണ്ടാക്കാം. രാഷ്ട്രീയം മാത്രമല്ല, അവിടെ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ ഏറ്റവും നീളമുള്ള വാക്കുകളൊക്കെ നിഷ്പ്രയാസം സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ആ വഴിക്ക് ഏതായാലും കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇപ്പോൾ രാഷ്ട്രീയം കൊണ്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പടികൾ തരൂരിനുണ്ട്. ധൈര്യമായിട്ട് അത് ചെയ്യുക. പ്രശ്നം അതല്ല. തരൂർ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ പണി നോക്കി പോകും, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള ടീമുകൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വേറെ ഒരു പണിയുമില്ല. വേറെ ഏത് പണി അറിയാം? രാഷ്ട്രീയമല്ലാതെ വേറെ ഏത് ജോലി അറിയാം? പാരവപ്പല്ലാതെ വേറെ എന്തറിയാം? ഇതൊക്കെ തിരിച്ചു ചോദിച്ചാൽ അവർ ശരിക്കും ശരിയാണല്ലോ എന്ന് അറിയിച്ചു. LLB പാസ്സായവരൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യത്ത് വക്കീലന്മാർക്ക് തന്നെ ഗതിയില്ലാതെ നടക്കുക. അപ്പോൾ ഇനി അവരോട് ആ വോട്ടെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും തരൂരിനെ അവഗണിക്കാൻ കോൺഗ്രസും അവഗണിക്കപ്പെടാതിരിക്കാൻ തരൂരും മത്സരിക്കുക. എന്തെങ്കിലുമൊക്കെ നടക്കും, ഉറപ്പാണ്.